ഹലോ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? എനിക്കും സുഖമാണ്. അപ്പോൾ ഫുഡീസ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്നും ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, വീഡിയോസൊക്കെ കണ്ടിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ചോറ് വടയാണ്. ചോറിനെ കൊണ്ട് നമുക്ക് വട എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, വീട്ടിലെപ്പോഴും നമുക്ക് ചോറ് ബാക്കി വരും. ഈ ചോറ് നമ്മൾ സാധാരണ ഇഡ്ഡലിയുടെ കൂടെ അല്ലെങ്കിൽ ദോശയുടെ കൂടെയൊക്കെ ചേർത്ത് അരയ്ക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ വേറൊരു ഓപ്ഷനായിട്ട് നമുക്ക് ഈ ചോറിനെ കുറച്ച് പച്ചക്കറിയൊക്കെ ചേർത്തിട്ട് ഒരു വടയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ കുറച്ച് പച്ചക്കറിയും അവർ കഴിച്ചോളും, ചോറും കഴിച്ചോളും. അത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള വടയായിട്ടാകുമ്പോൾ അവർക്കത് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചോറ് വട ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചോറ് വട ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻ നോക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് പച്ചരിയാണ്. ഇതിന് പകരം നിങ്ങൾക്ക് കുത്തരിയോ ഏത് ടൈപ്പ് റൈസ് വേണമെങ്കിലും എടുക്കാം. നമ്മൾ ഏത് റൈസ് എടുത്താലും നമ്മൾ എന്താ ചെയ്യാമെന്ന് വെച്ചാൽ ഈ ചോറിന് ഞാനിത് കുറച്ച് സവാള ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ വൈറ്റ് ഓണിയൻസാണ് എടുത്തിട്ടുള്ളത്. ആ ചോറും സവാളയും പെരുംജീരകവും ചേർത്തിട്ട് അരച്ചെടുക്കുക ചെയ്യുന്നത്. ഇനി പിന്നെ നമുക്ക് പച്ചക്കറികൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് സ്വീറ്റ് പീസ്, സ്വീറ്റ് കോൺ, ക്യാരറ്റ്സ്, കോളിഫ്ലവർ, ബ്രക്കോളിയാണ്. ഇതിന് പകരം നിങ്ങൾക്ക് ഏത് പച്ചക്കറി വേണമെങ്കിലും എടുക്കാം. അപ്പം ഞാൻ ഇതിനെയൊക്കെ കൂടെ ആദ്യം എണ്ണയിൽ വാട്ടിയിട്ട് കുരുമുളകും മുളക് പൊടിയും ഗരം മസാല ഇട്ട് വാട്ടിയിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഞാൻ ചോറ് വട ആക്കിയെടുക്കാൻ പോവാണ്. ഞാനിത് രണ്ട് ടൈപ്പായിട്ട് ചെയ്യാനാണ് പോകുന്നത്. ഒന്ന് കട്ട്ലറ്റ് പോലെ മുട്ടയിൽ ബ്രെഡ് ക്രംസും കൂടെ മുക്കി പൊരിക്കും. അതല്ലെങ്കിൽ രണ്ടാമത് ഉഴുന്ന് വട പോലെ ആ ഒരു ഷേപ്പിലും ചെയ്യാനാണ് ഞാൻ ഇപ്പോൾ പോകുന്നത്. അപ്പം നമുക്കിത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പം നമുക്ക് ആദ്യം ഈ പച്ചക്കറികളൊക്കെ ഒന്ന് വാട്ടിയെടുക്കാം. പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇനി അത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഇപ്പം ഞാൻ എടുത്തിട്ടുള്ള പീസും കോണും ഫ്രോസൺ ആണ്. അപ്പോൾ ഞാൻ ആദ്യം ക്യാരറ്റ്സും ബാക്കിയുള്ള പച്ചക്കറിയും ഇട്ട് വാട്ടിയെടുക്കാൻ പോവാണ്. മറ്റതിന് വേവ് കുറവായതുകൊണ്ട് ഇത് ഏകദേശം ഒന്ന് വെന്ത് കഴിയുമ്പോൾ അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ പച്ചക്കറിയുടെ വേവ് അനുസരിച്ച് ഓർഡർ മാറ്റി കൊടുത്താൽ മതി. കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് വാട്ടിയെടുക്കാം. ഏകദേശം അതൊന്ന് വാടിക്കഴിയുമ്പോൾ ഞാനിതിലേക്ക് പീസും കോണും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഫ്രോസൺ ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. അതുകൊണ്ടാണ് ഞാനത് അവസാനം ആഡ് ചെയ്തത്. ഇനി ഇതിലേക്ക് നമുക്ക് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാലയും ഇത്ര ആഡ് ചെയ്തിട്ട് നമുക്കിതിനെ ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ഇതിനെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ചുകൂടി നേരം ഇതൊന്ന് വാട്ടിയെടുക്കണം. ഇപ്പം നമ്മുടെ വെജിറ്റബിൾസിൻ്റെ വേവ് പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ പച്ചക്കറിയുടെ കൂട്ടും ചോറ് അരച്ച് വെച്ചതും നമുക്കിനിയൊന്ന് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ട് നമുക്ക് ഞാനിപ്പോൾ ചൂടോടെ തന്നെ മിക്സ് ചെയ്യാണ്. ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പച്ചക്കറി നമ്മൾ വാട്ടുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളതുകൊണ്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിനെ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. ആദ്യം കട്ട്ലറ്റിൻ്റെ പോലെ ഷേപ്പ് ചെയ്തെടുക്കാൻ പോവാണ്. കുറച്ച് എണ്ണ തേച്ചിട്ടുണ്ട്, കാരണം ചോറായതുകൊണ്ട് കുറച്ച് സ്റ്റിക്കി ആയിരിക്കും. അപ്പോൾ ഒന്ന് കയ്യിൽ വെച്ച് നമുക്കൊന്ന് ഷേപ്പ് ചെയ്യാം. ഇതുപോലെ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. കുറച്ച് കട്ട്ലറ്റിൻ്റെ ഷേപ്പിലും കുറച്ച് ഉഴുന്നുവടയുടെ ഷേപ്പിലും ഷേപ്പ് ചെയ്തെടുക്കാം നമുക്ക്. ഇപ്പോൾ ചോറ് കുറച്ചധികം സ്റ്റിക്കി ആവുന്നെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് അരിപ്പൊടി ഇട്ടിട്ട് അതിനെ ഒന്ന് ശരിയാക്കിയെടുക്കാം, പാകപ്പെടുത്തിയെടുക്കാം. ഇതിപ്പോൾ എനിക്ക് കറക്റ്റായിട്ടാണ് തോന്നുന്നത്, അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെ തന്നെ ഉരുട്ടുവാണ്. ഇതിപ്പോൾ ഇതുപോലെ ഉരുട്ടിയിട്ട് ഉഴുന്നുവടയുടെ ഷേപ്പിലേക്ക് നമുക്കിതിനെ ആക്കിയെടുക്കാം. കൈവച്ചൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഇതുപോലെ. ഇനി ഇതിനെ നമുക്ക് ഞാനിവിടെ ഒരു മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ബ്രെഡ് ക്രംസും ഒന്ന് മുക്കിയിട്ട് എണ്ണയിൽ വറുത്ത് കോരാം. ഒക്കെ വെന്ത സാധനമാണ്. അപ്പോൾ നമുക്കൊന്ന് ക്രിസ്പി ആക്കി എടുത്താൽ മാത്രം മതി.
ഒന്ന് തിരിച്ചു മറിച്ചിട്ട് നമുക്കിതിനെ കോരാം. ഇവിടെ വെജിറ്റേറിയൻസിന് മുട്ടയ്ക്ക് പകരം കോൺഫ്ലോറിൻ്റെ ബാറ്റർ ആയാലും മതി കേട്ടോ. ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് വറുത്തെടുക്കാം. ഇതധികം സമയമൊന്നും എടുക്കില്ല. പെട്ടെന്ന് പച്ചക്കറി ഒന്ന് അരിഞ്ഞിടാനുള്ളൊരു സമയം മാത്രമേ നമുക്ക് വേണ്ടുള്ളൂ. ഇതുപോലെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോറുവട ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും എന്നോട് അഭിപ്രായം പറയണം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.